ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധിക്ക് ആ ഒരു ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നു. നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരാളിലൂടെ നിനക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കുന്നു എന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. ഇത് സുധിയുടെ സമനില തന്നെ തെറ്റിച്ചു. ചുറ്റുമുള്ള എല്ലാവരെയും അവൻ സംശയത്തോടെ ഓരോ നിഴലിലും ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഭയക്കാനും അവൻ തുടങ്ങി. കടയിൽ നിന്ന് ലക്ഷങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതും തന്നെ ആരോ വഞ്ചിച്ചതുമെല്ലാം ഓർത്ത് സുധി ആകെ അസ്വസ്ഥനായിരുന്നു. ഈ സമയത്താണ് തന്റെ രണ്ടാമത്തെ കാർ ഓടിക്കാൻ വരുന്ന ഡ്രൈവറെ പോലും അവൻ സംശയിക്കുന്നത്. ഇവൻ കാരണമാണോ എനിക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്ന ചോദ്യം അവന്റെ മനസ്സിൽ ഉയർന്നു. ഭാര്യയായ ശ്രുതി ഇത് കണ്ട് അമ്പരന്നു. ശ്രുതി, തനിക്ക് എന്താ പറ്റിയത്? കാണുന്നവരൊക്കെ ഇങ്ങനെ സംശയിക്കുന്നത് നിന്റെ തോന്നൽ മാത്രമാണ് ശ്രുതി എന്ന് പറഞ്ഞ് അവൻ ശ്രുതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്രുതിയുടെ മനസ്സ് അത് കേൾക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. എന്തോ കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. സുധി അവിടെ നിന്നും പോയത് നേരെ സുഹൃത്തായ ആനന്ദിന്റെ അടുത്തേക്കാണ്. പാർക്കിൽ വിശ്രമിക്കുകയായിരുന്ന ആനന്ദിനെ വിളിച്ചു നിർത്തി തനിക്കൊരു ജോത്സ്യനെ കാണണമെന്ന ആവശ്യം അവൻ അറിയിച്ചു. എടാ, നീ ഈ ജീവിതമൊക്കെ ആസ്വദിക്കുന്നത് നിർത്തിയിട്ട് ഇനി നീ സന്യാസിയാവാൻ പോവാണോ എന്ന് ആനന്ദ് തമാശയായി ചോദിച്ചു. പക്ഷേ സുധിയുടെ മുഖത്തെ ഗൗരവം കണ്ട് ആനന്ദ് കാര്യം തിരക്കി. സുധി ആ കത്തിന്റെ കാര്യവും തന്റെ ബിസിനസ് തകർക്കാൻ ആരോ ശ്രമിക്കുന്നു എന്ന കാര്യവും വിശദീകരിച്ചു. ഇത് കേട്ട ആനന്ദ് ചിരി അടക്കാൻ പാടുപെട്ടു. നിന്നെ ചുറ്റിയുള്ളവർക്കാണോ നിനക്കാണോ പ്രശ്നം? നീ കാരണം ഞാനടക്കം എത്ര പേര് പെരുവഴിയിലായി എന്ന് ഓർമ്മയുണ്ടോ എന്ന് ആനന്ദ് ചോദിച്ചു. എങ്കിലും സുധിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആനന്ദ് പരിചയപ്പെടുത്തിയ ഒരു പ്രശസ്തനായ ജോത്സ്യന്റെ അടുത്തേക്ക് തിരിച്ചു. പ്രശ്നപരിഹാരത്തിനായി ജോത്സ്യനെ കാണാൻ പോയതായിരുന്നു അവര്. ജോത്സ്യന്റെ മുന്നിലെത്തിയ സുധി ഭവ്യതയോടെ ഇരുന്നു. എന്താ പ്രശ്നം? സ്വാമി ചോദിച്ചു. സുധി ആ കത്തും തന്റെ ഭയവും വെളിപ്പെടുത്തി. ജോത്സ്യൻ സുധിയെന്ന് അടിമുടി നോക്കി. എന്നിട്ട് കവടികൾ നിരത്തി പ്രവചനം തുടങ്ങി. ശരിയാണ്, വലിയൊരു ആപത്ത് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരു സിഗ്നൽ ഇല്ലാത്ത റോഡിൽ വണ്ടി വരുന്നത് പോലെ എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം. ഇത് കേട്ടതോടുകൂടി തന്നെ സുധി ആകെ പേടിച്ച് വിറച്ചു പോയി. സ്വാമി, ഇതിനൊരു പരിഹാരമുണ്ടാവില്ലേ? അവൻ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. അന്നേരം ജ്യോത്സ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരിഹാരമുണ്ട്. പക്ഷേ പൂജയോ ഹോമമോ അല്ല, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലാണ് നിങ്ങളുടെ കവചം. ഇത് കേട്ടതോടുകൂടി തന്നെ സുധി ഒന്ന് അമ്പരന്നു. ജ്യോത്സ്യൻ തുടർന്നു. ഓരോ ദിവസവും നിങ്ങൾ ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ. ഇത് നിങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിക്കും. അദ്ദേഹം നിർദ്ദേശിച്ച പട്ടിക ഇങ്ങനെയായിരുന്നു: ശനിയാഴ്ച വെള്ള, ചൊവ്വാഴ്ച ചുമപ്പ്, ബുധനാഴ്ച പച്ച, വ്യാഴാഴ്ച നീല, വെള്ളിയാഴ്ച കറുപ്പ്, ഞായറാഴ്ച വീണ്ടും വെള്ള. അങ്ങനെ തുടർന്ന് ഇടാൻ വേണ്ടിയിട്ട് അയാൾ നിർദ്ദേശിച്ചു. ഇന്ന് ഏതാ ദിവസം? സ്വാമി ചോദിച്ചു. ശനിയാഴ്ചയാണെന്നറിഞ്ഞപ്പോൾ സുധി ധരിച്ചിരിക്കുന്ന ഷർട്ട് ഊരാൻ വേണ്ടി സ്വാമി ആവശ്യപ്പെട്ടു. പകരം ഒരു മഞ്ഞ തുണി നൽകി അത് പുതക്കാൻ പറഞ്ഞു. ഇന്ന് ഈ മഞ്ഞ നിറം നിനക്ക് കാവലായി നിൽക്കുമെന്ന് സ്വാമി വിധിച്ചു. ആനന്ദ് അത് കേട്ട് വായ പൊത്തി ചിരിക്കുന്നുണ്ടായിരുന്നു. സുധി ആ മഞ്ഞ തുണി പുതച്ച് ജോത്സ്യന് ദക്ഷിണയും നൽകി അവിടെ നിന്നും മടങ്ങി. ഇതേ സമയം വീട്ടിൽ സച്ചിയും രേവതിയും മറ്റൊരു സന്തോഷത്തിലായിരുന്നു. സച്ചി ഒരു മൺകുടക്കയുമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു. എടാ, ഇതിലെന്താ, പൈസ വല്ലതുണ്ടോ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. ഇല്ലച്ചാ, ഇത് നിറക്കാനുള്ളതാണ്. വീടിന്റെ മുകളിൽ എനിക്കൊരു മുറി പണിയണം. അതിനായി ഞാനും രേവതിയും കൂടി സമ്പാദിക്കുന്ന പണമെല്ലാം തന്നെ ഇതിലിനി സൂക്ഷിക്കാൻ പോവാണെന്ന് സച്ചി അഭിമാനത്തോടെ പറഞ്ഞു. ഇത് കേട്ട് ചന്ദ്രമതി പതിവ് പോലെ തന്നെ പരിഹാസവുമായി എത്തി. ഓഹോ, പിച്ചെടുത്ത് വീട് പണിയാനാണോ നിന്റെ ഭാവം? 10-20 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോ മുറി പണി തീർന്നേക്കും, അവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ രേവതി വിട്ടുകൊടുത്തില്ല. അമ്മേ, ചെറിയ തുള്ളികൾ ചേർന്ന് തന്നെയാണ് വലിയ സമുദ്രം ഉണ്ടാവുന്നത്. ഞങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുറി പണിയും, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഉദ്ധരിച്ച് അവൾ ചന്ദ്രമതിയുടെ വായടപ്പിച്ചു. സന്തോഷസൂചകമായി രവീന്ദ്രനും സച്ചിയും ആ കുടുക്കയിൽ ആദ്യത്തെ നിക്ഷേപം നടത്തി. ചന്ദ്രമതിയെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ അതിൽ പൈസ ഇടിയിപ്പിച്ചു. അങ്ങനെ ഒരു നല്ല കാര്യത്തിന് തുടക്കമിട്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ആ കാഴ്ച കണ്ടത്. വാതിൽക്കൽ നിന്ന് അമ്മേ എന്നൊരു വിളി കേട്ടു. എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്ന രൂപം കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഷർട്ടില്ലാതെ ഒരു മഞ്ഞ തുണി മാത്രം പൊതിച്ച് മുടിയൊക്കെ പാറിപ്പറന്ന് സുധി നിൽക്കുന്നു. സച്ചിക്ക് ചിരി അടക്കാൻ കഴിയാതെ നിന്നു. അമ്മയുടെ നാക്ക് പൊന്നായി. ദേ, പിച്ചക്കാരൻ വന്ന് നിൽക്കുന്നു. ഇവന് ആ ചെറിയ കുടുക്ക പോരാ, വലിയൊരു ചെമ്പ് തന്നെ കൊടുക്കേണ്ടി വരും. ചന്ദ്രമതിക്കും രവിക്കും കാര്യം മനസ്സിലായില്ല. എടാ സുധി, എന്താടാ നീ ഈ കോലത്തിൽ വന്ന് നിൽക്കുന്നത്? നിന്റെ ഷർട്ട് എവിടെ? രവീന്ദ്രൻ ചോദിച്ചു. സച്ചി ഇടക്ക് കയറി പറഞ്ഞു. കടം വാങ്ങിയ കാശ് കൊടുക്കാത്തത് കൊണ്ട് ആരെങ്കിലും ഷർട്ട് ഊരി വാങ്ങിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി പൊട്ടിച്ചിരിച്ചു. അന്നേരം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. അവർ സുധീരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് തന്നെ ആ മഞ്ഞ തുണി അങ്ങ് പിടിച്ചു വലിച്ചു. എടാ, നീ എന്താണ് ഈ കക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുധി ഊരിയ ഷർട്ട് കക്ഷത്തിൽ വെച്ചിരിക്കുന്നത് കണ്ടു. ചന്ദ്രമതി അവനെ ചീത്ത വിളിച്ചുവെങ്കിലും സുധി അതൊന്നും തന്നെ വകവെച്ചില്ല. ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, ആരും ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി.
പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവൻ തന്റെ കിടപ്പുമുറിയിലേക്ക് പോയത്. സുധിയുടെ ഈ മാറ്റം കണ്ടുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാവരും ആകെ അന്തം വിട്ട് നിന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം രേവതി പൂക്കൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ള മറ്റ് സ്ത്രീകളുമായി അവൾ സംസാരിച്ചു. അവരിൽ ഒരാൾ തന്റെ സങ്കടം പങ്കുവച്ചു. ഇന്നലെ ഞാൻ ഭർത്താവിന് സ്പെഷ്യലായിട്ട് ഒരു മധുര പലഹാരം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് തിന്നിട്ട് ഒരു നല്ലതുപോലും പറഞ്ഞില്ല. ബാക്കി വന്നത് പട്ടിക്കിട്ടപ്പോൾ അത് വാലാട്ടിയും കാണിച്ചു. ഇത് കേട്ട് അവിടെയുള്ളവരെല്ലാം ചിരിച്ചു. പുരുഷന്മാർ അങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് കുറ്റമേ ഉള്ളൂ എന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ രേവതി ഇതിനെയൊക്കെ എതിർത്തു. എന്റെ സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അദ്ദേഹം അത് ആസ്വദിച്ച് തന്നെ കഴിക്കും. അതിനുശേഷം എന്നെ പുകഴ്ത്തുകയും ചെയ്യും. മറ്റ് സ്ത്രീകളൊന്നും അത് വിശ്വസിച്ചില്ല. പുതിയതൊക്കെ ആവുമ്പോൾ അങ്ങനെ ആയിരിക്കും, പിന്നെ എല്ലാം പഴയതുപോലെ തന്നെയാവും, അവർ പറഞ്ഞു. ഒടുവിൽ അതൊരു പന്തയത്തിൽ സച്ചിക്ക് ഇതുവരെ കൊടുക്കാതെ തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവം രേവതി ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാതെ തന്നെ സച്ചി അത് കഴിച്ച് പുകഴ്ത്തിയാൽ രേവതി ജയിക്കും. 50 രൂപയുടെ ബെറ്റും വെച്ച് രേവതി ആത്മവിശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇതേ സമയം സുധിയുടെ മുറിയിൽ വീണ്ടും നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി. സുധി അമ്മയെ വിളിച്ച് തന്റെ അൽമാറ തുറന്ന് കാണിച്ചു. നിറയെ പല നിറത്തിലുള്ള പുതിയ ഷർട്ടുകൾ. ഇതെല്ലാം എന്തിനാടാ? ചന്ദ്രമതി ചോദിച്ചു. അമ്മേ, ഇപ്പോ ഇതാണ് എന്റെ കവചം. ജോത്സ്യൻ പറഞ്ഞതുപോലെ ഓരോ ദിവസം ഓരോ കളർ ഷർട്ട് ധരിച്ചാ എനിക്ക് ആപത്തൊന്നും വരില്ല, സുധി ആവേശത്തോടെ പറഞ്ഞു. ഭാര്യ ശ്രുതി ഇത് കേട്ട് തലയിലങ്ങ് കൈവച്ചുപോയി. സുധി, നിനക്കെന്താ വട്ടായോ? നീ എന്ത് വിഡ്ഢിത്തമാണീ പറയുന്നത്? അവൾ ചോദിച്ചു. പക്ഷേ സുധി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. മഹാഭാരതത്തിൽ ഹനുമാന് കവചമുണ്ടായിരുന്നില്ലേ, അതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി ഉടനെ തന്നെ തിരുത്തി. എടാ മണ്ട, ഹനുമാനല്ല, കർണൻ. ആ അത് തന്നെ, കർണനെ പോലെ ഇനി ഈ ഷർട്ടുകളായിരിക്കും എന്നെ കാക്കുന്നത് എന്ന് പറഞ്ഞ് സുധി ഷർട്ടിൽ നിന്നും തൊട്ടുതലോടിക്കൊണ്ട് സുധിയുടെ ഈ അന്ധവിശ്വാസവും അത് കണ്ട് പകച്ചു നിൽക്കുന്ന ശ്രുതിയും സുധിയുടെ മണ്ടത്തരങ്ങളിൽ ദേഷ്യവും സങ്കടവും തോന്നി നിൽക്കുന്ന ചന്ദ്രമതിയെല്ലാം കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.